പാലക്കാട് ടൗണിന് സമീപമുള്ള കൊപ്പത്തെ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ് രതീഷ്. 20 വയസ്സുകാരനായ ഈ യുവാവ് പാമ്പുപിടുത്തക്കാരനോ പാമ്പാട്ടിയോ പാമ്പിനെ വളർത്തുന്ന ആളോ അല്ല. പക്ഷേ മൂർഖൻ പാമ്പുകളാണ് രതീഷിന്റെ കൂട്ടുകാർ. എത്ര വലിയ മൂർഖൻ കടിച്ചാലും തനിക്ക് വിഷമേൽക്കില്ല എന്നാണ് രതീഷ് പറയുന്നത്. ഇതിനകം 25 മൂർഖൻ പാമ്പുകളെങ്കിലും രതീഷിനെ കടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും വൈദ്യസഹായം തേടിയിട്ടില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രതീഷിനെ ആദ്യമായി മൂർഖൻ കടിച്ചത്. അന്ന് ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് പിന്നെ എവിടെ കണ്ടാലും രതീഷ് മൂർഖനെ പിടിക്കും. പിടിക്കുന്നതിനിടയിൽ മിക്കവാറും രതീഷിന് മൂർഖന്റെ കടിയും ഏൽക്കും. രതീഷിന് അതൊരു സാധാരണ അനുഭവം മാത്രം. കുറച്ചുനേരം കളിപ്പിച്ച ശേഷം ഏതെങ്കിലും പൊന്തക്കാട്ടിലേക്ക് പാമ്പിനെ രതീഷ് വിടുകയും ചെയ്യും. ഇപ്പോൾ കയ്യിലുള്ള ഈ മൂർഖൻ പാമ്പിനെയും രതീഷ് ഇങ്ങനെ പിടിച്ചതാണ്. പിടിച്ച ശേഷം 10 തവണയെങ്കിലും ഈ മൂർഖൻ രതീഷിനെ കടിച്ചു. എന്തുകൊണ്ടാണ് തനിക്ക് മൂർഖന്റെ വിഷം ഏൽക്കാത്തതെന്ന് രതീഷിനും അറിയില്ല. വേറെ എന്തെങ്കിലും തോന്നുന്നു? ഇപ്പോ വല്ല തലകറക്കോ അല്ലെങ്കിൽ ഒരു തരിപ്പോ അങ്ങനെ എന്തെങ്കിലും? ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് സൈഡ് എഫക്റ്റ് ഉണ്ടാവും പറയണ്ടായിരുന്നു. എനിക്കിതുവരെ തോന്നിയിട്ടില്ല. 8 വർഷം 9 വർഷമായി. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതെന്തുകൊണ്ടാ രതീഷിന് വിഷം ഏൽക്കാത്തത്? സാധാരണ എല്ലാവരും ഏൽക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടത്? ഇതുവരെ ഡോക്ടറെ നോക്കിയിട്ടില്ല. എനിക്കത് പറയാൻ പറ്റില്ല. പിടിച്ച ശേഷം വിഷപ്പല്ലുകൾ പറിച്ചു കളഞ്ഞ ശേഷമായിരിക്കും രതീഷ് പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നതെന്ന് നമ്മൾക്ക് ന്യായമായും സംശയിക്കാം. നിങ്ങളൊരു മൂർഖനെ കാണിച്ചു തരൂ, അതിനെ പിടിച്ച് ഞാൻ കടിപ്പിക്കാമെന്നാണ് രതീഷ് ഇതിന് നൽകുന്ന മറുപടി. കയ്യിലുള്ള പാമ്പിന്റെ വിഷപ്പല്ലും അതിലൂടെ വിഷം പുറത്തു വരുന്നതും കാണിച്ചു തരികയും ചെയ്യും. കൂടെ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോളൂ എന്ന നിർദ്ദേശവും. എന്നെങ്കിലും ഒരു രാജവെമ്പാലയെ പിടിച്ച് അതിന്റെ കടിയേൽക്കണമെന്നതാണ് രതീഷിന്റെ ജീവിതാഭിലാഷം. വിഷമേറ്റാൽ മരണമുറപ്പ്. അല്ലെങ്കിൽ മൂർഖനെ വിട്ട് കളി രാജവെമ്പാലയോടാകാമെന്നതാണ് രതീഷിന്റെ മനസ്സിലിരിപ്പ്.